പ്രിയപ്പെട്ട കുട്ടികളെ, വേവ്സ് എന്ന ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേവ്സ് അഥവാ തരംഗങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും കണ്ടറിയാം. എന്നാൽ എന്താണ് വേവ്സ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല ആണല്ലോ. അപ്പൊ എന്താണ് വേവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു വാട്ടർ വേവിന്റെ ചിത്രമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നത്. ഒരു നിശ്ചലമായിട്ടുള്ള സർഫസിൽ ഒരു ഓളങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തിരമാലകൾ ഉണ്ടാവുന്നത്, അതൊക്കെയാണ് നമുക്ക് വേവ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന വേവുകൾ ഈ തിരമാലയുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ ഉണ്ടാവുന്ന വേവുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു വേവ് ഉണ്ടാവുന്നതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതോടെ നമുക്ക് എന്താണ് ഒരു വേവ് എന്നും ക്ലിയർ ആവും. ഓക്കെ, ഒരു നിശ്ചലമായിട്ടുള്ള ഒരു വാട്ടർ സർഫസ് ഉണ്ട് എന്ന് കരുതുക. ഒരു ഒരു തടാകത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്തു വെച്ചിട്ടുള്ള നിശ്ചലമായിട്ടുള്ള വാട്ടർ സർഫസ്. ഇതിൽ ഒരു പോയിന്റിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ്. എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു എന്ന് വെച്ചാലോ, ഒരു കല്ല് വീഴുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വീഴുന്നു. അപ്പൊ ആ വീഴുന്ന വസ്തു ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് എനർജിയും കൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ കല്ല് വീഴുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കിട്ടുകയാണ്. ആ കല്ലിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട കൈനറ്റിക് എനർജി വാട്ടർ മോളിക്യൂൾസിന് കിട്ടുകയാണ്. സോ ദ വാട്ടർ മോളിക്യൂൾസ് സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ഇൻ ദെയർ ഓൺ പൊസിഷൻ. അത് അവിടെ തന്നെ നിന്ന് പൊങ്ങാനും താഴാനും തുടങ്ങുകയാണ്. ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് പല ആംപ്ലിറ്റ്യൂഡിൽ, അതിന് ചുറ്റുപാടുമുള്ള വാട്ടർ മോളിക്യൂൾസ് പല ആംപ്ലിറ്റ്യൂഡിൽ ഉയരുകയും താഴുകയും ചെയ്യാണ്. അതാതിന്റെ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇവ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. ആ കല്ല് വീണപ്പോൾ ആ വാട്ടർ മോളിക്യൂൾസിന് കിട്ടിയ എനർജി അടുത്ത മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. ഇതിന്റെ എല്ലാം കൂടി ആകത്തുകയായിട്ട് നമുക്ക് വരച്ചു നോക്കിയാൽ നമുക്കൊരു വേവ് ഫോം ആയിരിക്കും കിട്ടുക. ഇതൊരു വൺ ഡയമെൻഷണൽ ആയിട്ടാണ് ഞാൻ ഈ ചിത്രം വരച്ചത്. ഇങ്ങനെയല്ല ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഒരു പ്ലെയിൻ സർഫസ് ആണ് അല്ലെ. ഒരു 2 ഡയമെൻഷണൽ ചിത്രമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പൊ ഒരു പോയിന്റിന് ചുറ്റുമുള്ള എല്ലാ ഭാഗത്തെയും, ഒരു നിശ്ചിത റേഡിയസിലുള്ള എല്ലാ ഭാഗത്തെയും വാട്ടർ മോളിക്യൂൾസ് ഒരേപോലെയായിരിക്കും പൊങ്ങുകയും താഴുകയും ചെയ്യുക. അപ്പൊ ആ പോയിന്റ് കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായ എനർജിയെ മറ്റ് പോയിന്റുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ എനർജി കിട്ടുന്നത് കൊണ്ടാണ് മറ്റു മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ വേവ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ഊർജത്തിനെ കൈമാറ്റം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വേവ്. ഇവിടെ കിട്ടിയ എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ പോയിന്റ്സ് ഓർ ഓൾ അതർ പോയിന്റ്സ്. ഇത് എവിടം വരെ ട്രാൻസ്ഫർ ചെയ്യും? ഒന്നുകിൽ ആ എനർജി ട്രാൻസ്ഫർ ചെയ്ത് തീരുന്നത് വരെ, അല്ലെങ്കിൽ ഈ പാത്രത്തിന് അല്ലെങ്കിൽ തടാകത്തിന് ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ അവിടം വരെ ഇത് പോകും അല്ലെ. അതോടെ ആ വേവ് അവസാനിക്കുകയും ചെയ്യും. അപ്പം അനന്തമായിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ് ഫോർ എവർ. ദാറ്റ് ഈസ് എ പ്രോഗ്രസീവ് വേവ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേവ്. അതിന്റെ എനർജി തീരുന്നത് വരെ അതിന് പോകാൻ പറ്റും. അല്ല, ഒരു ബൗണ്ടറി ഉള്ള ഒരു സ്ഥലത്താണുള്ളതെങ്കിൽ അവിടം വരെ ഈ എനർജിയുമായിട്ട് ഇതിന് പോകാൻ വേണ്ടി സാധിക്കും. So wave motion is a method of transfer of energy from one point to another point, and you have to note that there is no transfer of actual material particles. Particles ഇവിടുന്ന് മറ്റിടത്തേക്ക് പോകുന്നില്ല. പാർട്ടിക്കിൾസ് അതാതിന്റെ സ്ഥലത്ത് നിന്ന് പൊങ്ങുകയും താഴുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ള പാർട്ടിക്കിൾ അങ്ങോട്ട് പോകുന്നില്ല. അതേസമയം ഇവിടെ ഉണ്ടായ എനർജി അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി വിതൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. മാറ്റർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, എനർജി മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വേവ് മോഷൻ. സോ വേവ് മോഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി വിതൗട്ട് ദ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. ഓക്കെ, മാറ്ററിന് അനക്കം ഉണ്ടാവുന്നുണ്ട്, വൈബ്രേറ്ററി മോഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വേവ്സ് ഉണ്ടാവുന്നത് പലതരത്തിൽ നമുക്ക് വേവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിന് മീഡിയം, വേവ് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതിനനുസരിച്ച് വേവ്സിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെക്കാനിക് വേവ്സും മെക്കാനിക്കൽ വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സും. ഓക്കെ, മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ അതിനെ ഇലാസ്റ്റിക് എന്നും പറയും. ഇലാസ്റ്റിക് വേവ്സ്. They are waves which needs a medium for propagation. അല്ലെങ്കിൽ ട്രാൻസ്മിഷന് വേണ്ടി ഒരു മീഡിയം ആവശ്യമായ വേവ്സിനെയാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്കറിയാം സൗണ്ട് വേവ്, ദാറ്റ് ഈസ് എ
മെക്കാനിക്കൽ വേവ്, അതിനൊരു മാധ്യമത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. ശൂന്യതയിൽ കൂടെ, ഫ്രീ സ്പേസിൽ കൂടെ സൗണ്ടിന് കടന്നു പോകാൻ സാധ്യമല്ല. ഇപ്പൊ നമുക്കറിയാം, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന അവിടെ നിന്നുള്ള പ്രകാശം നമുക്ക് എത്തുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നുള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. കാരണം അവിടെ സൗണ്ട് ഒന്നും ഉണ്ടാവാഞ്ഞിട്ടല്ല, അതിനിടയിലുള്ള സ്പേസ് ഫ്രീ സ്പേസ് ആണ്, അല്ലെങ്കിൽ ശൂന്യാകാശമാണ്. വായു ശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കൂടി ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ സാധ്യമല്ല. സോ വേവ്സ് വിച്ച് നീഡ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് മെക്കാനിക്കൽ ഓർ ഇലാസ്റ്റിക് വേവ്സ്. ആൻഡ് വേവ്സ് വിച്ച് ഡു നോട്ട് നീഡ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് non-mechanical waves, non-mechanical or electromagnetic waves, or electromagnetic waves, വൈദ്യുതകാന്തിക തരംഗങ്ങൾ അല്ലെങ്കിൽ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. അതെന്താണ്? മീഡിയം ആവശ്യമില്ലാത്ത വേവ്സ് ആണ് നോൺ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഉദാഹരണം, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും അതിന് ഉദാഹരണമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സീരീസ് അല്ലെ. ഗാമാ റേ, എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ് ഒക്കെ പെടുന്ന ഒരു സീരീസ് ഓഫ് ഒരു കുടുംബമാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ വിസിബിൾ ലൈറ്റും കൂടി. അപ്പൊ ഇവയ്ക്കൊന്നും സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അങ്ങനെ അവയെ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ മീഡിയത്തിനനുസരിച്ച് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇത് വേറൊരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യും അക്കോർഡിംഗ് ടു ദർ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്, ഇങ്ങനെയും വേവ്സിനെ ക്ലാസിഫൈ ചെയ്യും. ഈ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കുന്നത് വേവ് മോഷൻ ഉണ്ടാകുന്ന വൈബ്രേഷന്റെയും വേവിന്റെ പ്രൊപ്പഗേഷന്റെയും ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ, വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ടും താഴോട്ടും പൊങ്ങുകയും താഴുകയാണ് ചെയ്യുന്നത്. അതേസമയം വേവ് പോകുന്നതോ നേരെ മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട്, അല്ലാണ്ട് താഴോട്ടും മേലോട്ടും അല്ല വേവ് അവിടെ പോയത് അല്ലെ. അപ്പം ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആർ പെർപെൻഡിക്കുലർ. ഇപ്പം ഒരു കയർ ഒരങ്ങേ അറ്റത്ത് കെട്ടി വെച്ചേക്കാണ്, കയറിന്റെ ഒരറ്റം. ഇപ്പുറത്തുനിന്ന് നമ്മൾ പിടിച്ചിങ്ങനെ കുലുക്കുകയാണ്. കയറിലൊരു വേവ് ഫോം ചെയ്യും. ഒരു തരംഗ രൂപത്തിലായിരിക്കും കയറ് ചലിക്കുക. നമ്മൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യിച്ചത്? മുകളിലേക്കും താഴേക്കും അല്ലെ. ഈ ഡയറക്ഷനാണ് വൈബ്രേഷന്റെ ഡയറക്ഷൻ. അതേസമയം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെയാണ് വേവ് പോകുന്നത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷനും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അങ്ങനെയുള്ള വേവ്സിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. സോ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ and direction of propagation are perpendicular to each other, such waves are known as a transverse waves. ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ ചിത്രമാണ് നമ്മൾ സാധാരണ ഒരു വേവിന്റെ ചിത്രമായിട്ട് വരയ്ക്കാറ്. എപ്പോഴും ഇങ്ങനെയാണ് ഒരു തരംഗത്തിനെ വരയ്ക്കാറ് സാധാരണ അല്ലെ. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് വേവ് ഡയഗ്രാം ഓർ വേവ് ഫോം ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇതിൽ ചില പ്രത്യേക പോയിന്റുകൾക്ക് ചില പ്രത്യേക പേരുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഇങ്ങനെയുള്ള പോയിന്റുകളെ ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ്. ഈ താഴ്ന്നു നിൽക്കുന്ന പോയിന്റുകളെ ട്രഫ് എന്ന് പറയും. ട്രഫ്. അപ്പൊ എന്താണ് ക്രസ്റ്റും ട്രഫും? ഈ പോയിന്റുകൾ വൈബ്രേറ്റ് ചെയ്യാണ്. എന്ത് മീഡിയമാണോ ആ മീഡിയത്തിലെ പോയിന്റുകൾ വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേഷന്റെ ഏറ്റവും മാക്സിമം പീക്ക് പോയിന്റ് ആണ് ക്രസ്റ്റ്. സോ ക്രസ്റ്റ് ഈസ് ദ പോയിന്റ് വേർ ദ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നമ്മളൊരു പുതിയ വാക്ക് പരിചയപ്പെടുകയാണ്, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വൈ ഡയറക്ഷനിൽ എത്രയാണ് വൈബ്രേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വൈ ഡയറക്ഷനിൽ. ഇവിടെ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്, ഇവിടെ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്. അപ്പൊ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന പോയിന്റുകളെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്രസ്റ്റ് ആർ പോയിന്റ്സ് ഹാവിംഗ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ട്രഫ്സ് ആർ പോയിന്റ്സ് ഹാവിംഗ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്നല്ല പറയേണ്ടത്, maximum amplitude in the opposite direction. Okay, so these are crust and trough, and amplitude is the y direction, y displacement in the y direction at a particular time. Okay, ഇനി ഈ ക്രസ്റ്റിനും രണ്ട് അഡ്ജസന്റ് ക്രസ്റ്റുകൾക്കിടയിലുള്ള ദൂരത്തിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു. വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം, അതിനെ ലാംഡ എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും എ എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, ക്യാപിറ്റൽ ഓർ സ്മോൾ എ.
Wavelength lambda is the distance between two adjacent crusts or adjacent troughs. അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലമോ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലത്തിനെയുമാണ് എന്ത് പറയാ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ എന്ന് പറയാം. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. Transverse waves are ഒന്നാമത്തെ property, they are propagated when the direction of vibration and direction of propagation are perpendicular to each other. രണ്ടാമത്തെ കാര്യം, they are formed of crusts and troughs. മൂന്നാമത്തെ കാര്യം, the distance between two adjacent crusts or adjacent troughs is known as wavelength or lambda. Okay. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിനെ കുറിച്ച് പഠിക്കാം. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ ഈ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷനും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള വേവ്സിനെയാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയാം. ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സച്ച് വേവ്സ് ആർ നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. എക്സാമ്പിൾ സൗണ്ട് വേവ്. ഇപ്പൊ ഒരു ബ്ലേഡ് നമ്മൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു, എന്നിട്ട് അത് ഇങ്ങനെ വലിച്ചു വിടുകയാണ്. അപ്പൊ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്നതും ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടുമാണ്. വേവ് പോകുന്നതും അതേ ഡയറക്ഷനിലാണ്. ദേ ആർ പാരലൽ. വൈബ്രേഷന്റെ ഡയറക്ഷനും വേവ് പോകുന്നതും പാരലാണ്. ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ അത് വൈബ്രേറ്റ് ചെയ്ത് കൊടുത്താൽ, ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്ത് കൊടുത്താൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നതും ഒരേ ഡയറക്ഷനിലാണ്, സൗണ്ട് വേവ്സ് പോകുന്നതും അതേ ഡയറക്ഷനിലാണ്. അപ്പൊ അങ്ങനെയുള്ള വേവ്സിനെയാണ് എന്ത് പറയാ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആർ പാരലൽ ഓർ ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ വരയ്ക്കാൻ വേണ്ടി കുറെ വരകൾ ഇട്ടിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഇങ്ങനെ അടുപ്പിച്ചും അകത്തിയുമായിട്ട് കുറെ വരകളുണ്ട്. ഇതില് ഈ അടുത്തടുത്ത് കാണിക്കുന്ന വരകളെ പറയുക കംപ്രഷൻസ് എന്നാണ്. കംപ്രഷൻസ് അകത്തിയിട്ട വരകളെ പറയുക, അല്ലെങ്കിൽ ആ ഭാഗത്തിനെ പറയുക റയർഫാക്ഷൻ എന്നാണ്. ഫ്രാക്ഷൻ അല്ല, ഫാക്ഷൻ ആണ്. കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻ. ആക്ച്വലി എന്താണ് കംപ്രഷൻസും റയർഫാക്ഷൻസും? ദേ ആർ ഹൈ പ്രഷർ റീജിയൻ ആൻഡ് ലോ പ്രഷർ റീജിയൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടിയ ഭാഗം, റയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞ ഭാഗം. അപ്പൊ കംപ്രഷൻസും റയർഫാക്ഷൻസും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ, ലാംഡ എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് കംപ്രഷൻസ്. അതായത് രണ്ട് അടുത്തടുത്തുള്ള കംപ്രഷൻസ് ആണ് ഇതും ഇതും. അതിന്റെ ഇടയിലുള്ള, അതിന്റെ മിഡ് പോയിന്റ് മുതൽ മറ്റേതിന്റെ മിഡ് പോയിന്റ് വരെയുള്ള ദൂരമാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതേമാതിരി അടുത്തടുത്തുള്ള രണ്ട് റയർഫാക്ഷൻസ് തമ്മിലുള്ള ദൂരവും ഒരു വേവ് ലെങ്ത് ആണെന്ന് നമുക്ക് പറയാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ. The distance between two adjacent compressions or two adjacent rarefactions are known as the wavelength of a longitudinal waves. അപ്പം എന്തൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പ്രത്യേകത എന്ന് ഓർത്തു നോക്കിയേ. ഒന്നാമത്തെ കാര്യം, the direction of vibration and direction of propagation are in the same direction. രണ്ടാമത്തെ കാര്യം, they are formed of compressions and rarefactions. മൂന്നാമത്തെ കാര്യം, the distance between adjacent compressions or adjacent rarefactions is known as the wavelength of a longitudinal wave. ഇനി നമുക്ക് ഇത് വേവ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി വേവ്സിന്റെ മറ്റു ചില പ്രോപ്പർട്ടികളെ കുറിച്ച് പഠിക്കുകയാണ്. വേവിന്റെ സ്പീഡ് ഓഫ് എ വേവ്. സ്പീഡ് ഓഫ് എ വേവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മുമ്പേ പഠിച്ചിട്ടുണ്ട്. V is equal to ന്യൂ ലാംഡ അല്ലെങ്കിൽ V is equal to F ലാംഡ എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. where V is the velocity or speed, nu is the frequency and lambda is the wavelength. This is the equation for speed of a wave or velocity of a wave. V is equal to nu lambda. ഇത് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സ്പീഡിന്റെ ജനറൽ ആയിട്ടുള്ള എല്ലാ വേവിനും പറയാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. അതേസമയം ട്രാൻസ്വേഴ്സ് വേവിന് വേറെ, ലോഞ്ചിറ്റ്യൂഡൽ വേവിന് വേറെ, അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ കാര്യമാണ് ഇനി പറയുന്നത്. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഇക്വേഷൻ സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ത്രൂ എ സ്ട്രിങ് ഇൻ എ സ്ട്രിങ്. ഒരു വലിച്ചു നീട്ടിയ ചരടില്, വലിച്ചു കെട്ടിയ ചരടില് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യിച്ചാൽ അതിലൊരു വേവ് ഉണ്ടാവും. ദാറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇപ്പൊ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ, സ്ട്രിങ് ഉള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളിലും ഉണ്ടാവുന്ന വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ, വലിച്ചു നീട്ടിയ ചരടിൽ ഉണ്ടാവുന്ന വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതിന്റെ ഇക്വേഷൻ V is equal to root of T by M എന്നാണ്. M എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ മ്യൂ എന്നും പറയും. T by mu or T by M. V is the speed, T is the tension in the string. Tension means force with which it is tightened. എത്ര സ്ട്രെങ്ത്തിലാണ് അത് കെട്ടിവെച്ചത്, മുറുക്കിയാണോ ലൂസാക്കിയിട്ടാണോ, ആ ടെൻഷനാണ് T എന്ന് അറിയപ്പെടുന്നത്. മ്യൂ ഈസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ. ആ വയറിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, 1 മീറ്റർ നീളത്തിന് എത്ര ആണ് മാസ്, അതാണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. Mass per unit length of the wire. So this is the equation for speed of a transverse wave. Okay. In the speed of a transverse wave in a string. In the speed of a longitudinal wave. Longitudinal wave in the speed എന്നുള്ള equation. Longitudinal wave നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു മീഡിയം ആവശ്യമാണ്. If it is traveling through a solid. Speed of a longitudinal wave through a solid ആണ് ഞാൻ പറയാൻ പോകുന്നത്. V is equal to root of y by rho. Okay, V is equal to root of y by rho, where y is the Young's modulus of the material. നിങ്ങൾ properties of solids എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ് Young's modulus-ന്റെ കാര്യമൊക്കെ. അപ്പോൾ V is equal to root of y by rho. Y, Young's modulus of the material, and rho is the density of the material. So this is the speed of a longitudinal wave through a solid. And speed of a longitudinal wave through a liquid or gas, that is V is equal to root of B by rho എന്നാണ് equation, where B is the bulk modulus of the liquid or gas and rho is the density of the medium. അപ്പം സോളിഡ് ആണെങ്കിൽ യങ്സ് മോഡുലസ് എടുക്കുന്നു, ലിക്വിഡോ ഗ്യാസോ ആണെങ്കിൽ ബൾക്ക് മോഡുലസ് എടുക്കുന്നു. സോ ദീസ് ആർ തിങ്സ് റിലേറ്റഡ് വിത്ത് സ്പീഡ് ഓഫ് എ വേവ്. അത് നമ്മുടെ ഫോക്കസ് പോയിന്റ് എന്നുള്ള ഭാഗങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം വേവിന്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ ഫോർ വേവ്. ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. y is equal to, ഇക്വേഷൻ എഴുതാം, a sin omega t മൈനസ്, അല്ലെങ്കിൽ kx തുടങ്ങാം, a sin kx മൈനസ് omega t plus 5. This is the equation for a wave. Okay. ഇതിൽ കുറെ ടേംസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. y is the displacement in the y direction. നമ്മളൊരു ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ y ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു, ഇപ്പൊ x ആക്സിസിലെ ടൈം ആണ്, y ആക്സിസിലാണ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ അടയാളപ്പെടുത്തുക. ഓക്കെ, x ആക്സിസിലെ ടൈം, അല്ലെങ്കിൽ നമുക്ക് x ഡയറക്ഷൻ വെക്കാം, y ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ്. y എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സ് ഡിസ്റ്റൻസിൽ എത്രയാണ് y ആക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇത്രയാണ് y, ഇവിടെയാണെങ്കിൽ ഇത്രയാണ് y, ഇവിടെയാണെങ്കിൽ ഇത്രയാണ് y. ഈ y യുടെ ഇക്വേഷൻ ആണ് തരുന്നത്. y is equal to a is the amplitude, നേരത്തെ പറഞ്ഞു, a is the amplitude sin kx minus omega t plus 5. k is known as angular wave number. Angular wave number, and omega is angular frequency. Angular frequency, and phi is the phase, initial phase. Okay, ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. k ആംഗുലർ വേവ് നമ്പർ ആണ്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്, phi phase ആണ്. എന്താണ് ഇനി ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ? k യുടെ വാല്യൂ നമുക്ക് കിട്ടുക k is equal to 2 pi by lambda ആണ്.
ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഒമേഗ നിങ്ങൾക്കറിയാം, ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഒമേഗ ഈസ് 2π/t ആൻഡ് phi ഈസ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ഫേസ്. ഇനീഷ്യൽ ഫേസ് ആംഗിളിനാണ് ഫൈ എന്ന് പറയുന്നത്. എന്താണ് ഫേസ്? ഇപ്പൊ രണ്ട് വേവുകൾ തമ്മിൽ എന്ത് കാര്യത്തിലാണ് വ്യത്യാസം ഉള്ളത് നോക്കാം. ഈ വേവിന് വളരെയധികം സിമിലർ ആയിട്ടുള്ള മറ്റൊരു വേവാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനൊരു വേവ് വരച്ചു. മൂന്നാമതൊരു വേവ് വരയ്ക്കുകയാണ്. ഈ വേവുമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ സിമിലർ ആണ്. പക്ഷെ എന്ത് കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്? തുടക്കത്തിൽ, അതായത് സ്പീഡ് സെയിം ആണ്, വേവ് ലെങ്ത് സെയിം ആണ്, ഒക്കെ സെയിം ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ തുടക്കത്തില് എന്താണ് അതിന്റെ വൈ ആക്സിസിലുള്ള വാല്യൂ ആണ് വ്യത്യാസം. ഇവിടെ 0 ആണ്, ഇവിടെ ഇത്രയും ഹൈറ്റിലുണ്ട്, ഇവിടെ താഴെ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. അങ്ങനെ 3 തരത്തിലാണ് 3 വേവും തുടങ്ങുന്നത്. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുക. അതൊരു ആംഗിളിലാണ് പറയുക. അപ്പൊ ഇവിടെ ആംഗിൾ 0 ആയിരിക്കും, ഇവിടെ 90 ആയിരിക്കും, ഇവിടെ 180 ആയിരിക്കും, ഇവിടെ 270 ആയിരിക്കും, ഇവിടെ 360 ആയിരിക്കും. അങ്ങനെയാണ് പോവുക. അപ്പൊ ഒന്നാമത്തെ വേവും രണ്ടാമത്തെ വേവും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. രണ്ടാമത്തെ വേവും മൂന്നാമത്തെ വേവും തമ്മിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ വേവും മൂന്നാമത്തെ വേവും തമ്മിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് മൂന്നാമത്തെ വേവ്. അപ്പൊ 270 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് വേവ് ഈസ് നോൺ ആസ് ഫേസ്. അപ്പൊ ഇതാണ് ഒരു വേവിന്റെ ഇക്വേഷൻ. A sin kx minus omega t plus phi. അപ്പൊ ഈ വാല്യൂസ് ഓർമ്മിച്ച് വെക്കുക. k 2π/λ, that is known as wave number, and omega is 2π/t. അല്ലെങ്കിൽ നമുക്ക് 2π nu എന്ന് പറയാം. 1/t is frequency, 2π nu എന്ന് പറയാം. nu is നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ പ്രകാരം v/λ ആണ്. v is equal to nu λ എന്ന് പറഞ്ഞു. അപ്പൊ nu is equal to v/λ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ 2πv/λ എന്നും പറയാം. ഒമേഗന് 2πv/λ ആൻഡ് k is 2π/λ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വേവിന്റെ ഇക്വേഷൻ. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് ദ ഇക്വേഷൻ ഫോർ എ വേവ് വിച്ച് ഈസ് മൂവിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് പോകുന്ന, ഇടത്ത് ഭാഗത്തുനിന്ന് വലത്തോട്ടേക്ക് പോകുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ ആണ് A sin kx minus omega t plus phi. ഇനി അതുപോലെ തിരിച്ചാണ്, വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് പോകുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ ആണെങ്കിൽ അത് പറയേണ്ടത് y is equal to A sin തിരിച്ചെഴുതുക kx plus omega t plus phi. This is the equation for a wave which is traveling from right to left. Okay. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് വരുന്നു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ അത് പ്ലസ് ആയിട്ട് വരുന്നു എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഈ വേവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പലതരം പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വാല്യൂ തരും. ഇപ്പൊ 25 is equal to 10 sin 12x minus 2πt plus π/4 ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ നമ്മളോട് എന്നിട്ട് അതിന്റെ വെലോസിറ്റി എത്ര, ഫ്രീക്വൻസി എത്ര, വേവ് നമ്പർ എത്ര, ആംപ്ലിറ്റ്യൂഡ് എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് വേണ്ടത്. അപ്പൊ സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ അറിയണം. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് കിട്ടും. ആംപ്ലിറ്റ്യൂഡ് 10 ആണ്, കെയുടെ വാല്യൂ 12 ആണ്, ഒമേഗയുടെ വാല്യൂ 2π ആണ്, ഫേസിന്റെ വാല്യൂ π/4 ആണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 2π ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 2πv/λ എന്ന് ഉപയോഗിക്കാം. അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ 12 ആണെന്ന് കിട്ടിയതോടെ 2π/λ ആണ് കെ 12. അപ്പൊ അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ടും ഒമേഗയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ടും വി കണ്ടുപിടിക്കാം. ഇങ്ങനെ പല പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ A sin kx minus omega t plus phi is the equation for a wave which is traveling from left to right. അപ്പോൾ ഈ ഭാഗങ്ങൾ, ഇത്രയും ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കും. ഓക്കെ.